പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അഭിയുടെയും ജലജയുടെയും കള്ളത്തരങ്ങൾ കൈയോടെ പൊക്കിയിരിക്കുകയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ജലജയും അഭിയും കൂടി എടുത്ത മാല തെളിവ് സഹിതമാണ് ആദർശ് എല്ലാവരെയും കാണിച്ചു കൊടുക്കുന്നത്. ആ മാല തിരികെ കൊടുക്കാൻ നല്ല മടിയായിരുന്നു ജലജയ്ക്ക്. പക്ഷേ തിരികെ കൊടുത്തല്ലേ പറ്റൂ. നീ പോയി ചത്തൂടെ എന്നാണ് കേട്ടോ ആദർശ് അഭിയോട് ചോദിക്കുന്നത്. അപ്പം തന്നെ നമ്മുടെ നയന പറയാണ് ചാവാനും വേണം ഒരു ധൈര്യമെന്ന്. അപ്പോൾ നമ്മുടെ അഭിയുടെ മുഖം ഒന്ന് കാണായിരുന്നു. പെട്ടെന്ന് തന്നെ മുത്തശ്ശൻ അങ്ങോട്ട് വരികയാണ് കേട്ടോ. പക്ഷെ മുത്തശ്ശൻ വന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ സത്യം പറഞ്ഞാൽ നീ ഒരു ഗർഭിണി ആയിപ്പോയി, ഞാൻ നിനക്കിട്ട് ഞാൻ തന്നേനെ. കാരണം നയനോട് പറയാണ് നിനക്കിട്ട് വേണം ആദ്യം തരാനെന്ന്. ആദർശിനോട് പറയുന്നുണ്ട് നീ ജയിലിലൊക്കെ പോയി വന്നതല്ലേ, അതുകൊണ്ടാണ് നിനക്കിട്ട് ഞാൻ ഒരെണ്ണം തരാത്തതെന്ന് രണ്ടുപേരോടും കൂടി പറയാണ്. അത് പിന്നെ മുത്തശ്ശാന്നിങ്ങനെ പറയാണ് എടാ ഇതൊക്കെ നേരത്തെ തന്നെ കൈകാര്യം ചെയ്യേണ്ടതല്ലേ, ഇവരുടെയൊക്കെ കള്ളത്തരങ്ങൾ ഇത്രയും നീട്ടിക്കൊണ്ട് പോയതൊക്കെ നിൻ്റെയൊക്കെ ഗുണം കൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ഒരുപാട് വഴക്ക് പറയാണ് അവരെ. അങ്ങനെ മുത്തശ്ശൻ അഭിയെ വിളിച്ചിട്ട് പറയാണ് എടാ എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഇനി വയ്യ. ഞാൻ എത്ര പ്രാവശ്യം ഓരോരോ കള്ളത്തരങ്ങൾ നീയൊക്കെ കാണിച്ചിട്ട് നിന്നെയൊക്കെ പലതവണ ഞാൻ ഉപദേശിച്ചിട്ടില്ലേ, എന്നിട്ട് നീയൊക്കെ നന്നായോ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഉടനെ തന്നെ അഭി പറയാണ് അത് പിന്നെ മുത്തശ്ശൻ ഞാൻ ഇനി ഇതൊന്നും ആവർത്തിക്കില്ല. അങ്ങനെ പറഞ്ഞതും മുത്തശ്ശൻ ഒരു അടിയാണ് അഭിക്കിട്ട് കൊടുക്കുന്നത്. ജലജ ഇങ്ങനെ അമ്പരം ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ പറയാണ് ഞാനിപ്പോൾ നിനക്ക് എന്തിനാണെന്നറിയാമോ ഈ അടി തന്നത്? നീ ഒരു കള്ള ഇപ്പോൾ പറഞ്ഞില്ലേ, അതിനാണ്. നീ തെറ്റുകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നീ എന്താ ഇപ്പോൾ പറഞ്ഞത്? ഇനി നീ ആവർത്തിക്കത്തില്ല എന്നല്ലേ? അത് ഒരു കള്ളമല്ലേടാ പറയുന്നത്. ഞാൻ എത്ര തവണ ഈ സെയിം ഡയലോഗ് നിൻ്റെ വായിൽ നിന്ന് പലതവണയായിട്ട് ഞാൻ കേട്ടിട്ടില്ലേ. നീ ഇവരൊക്കെ പറയുന്നത് ആദർശ് പറയുന്നത് പോലെ തന്നെ നിനക്ക് പോയി ചത്തൂടെയെന്ന് എനിക്ക് പറയാനുള്ളത്. ഞാൻ എന്തായാലും ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. എന്തായാലും ഈ ആനന്ദപുരി തറവാട്ടിൽ നിങ്ങൾക്ക് ഒരു 2 പേർക്കും ഓരോരോ ഷെയർ ഉള്ളതാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാനത് നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നിങ്ങനെ അബിയുടെ മുഖത്ത് നോക്കി മുത്തശ്ശൻ പറയാൻ കേട്ടോ. ഉടനെ ജലജ പറയുന്നുണ്ട് അയ്യോ അച്ഛ എന്താ ഈ പറയുന്നത്, ഇങ്ങനെയൊന്നും പറയല്ല അച്ഛ എന്നിങ്ങനെ പറയാണ്. പിന്നെ ഞാൻ എങ്ങനെ പറയണം? നിൻ്റെയൊക്കെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ഞാൻ അത് തന്നെ ചെയ്യും. നിൻ്റെ ആ ഷെയറും കൂടി ഞാൻ എല്ലാവർക്കും കൂടെ, നിങ്ങളുടെ ആ 2 പേരുടെ ഷെയർ ഞാൻ എല്ലാവർക്കും കൂടെ വീതിച്ചങ്ങോട്ട് കൊടുക്കും. പിന്നെ നിങ്ങളെ 2 പേരെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ഇനി ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ 2 പേരും കരുതിയിരുന്നോളൂ എന്നിങ്ങനെ മുത്തശ്ശൻ ഒരു ലാസ്റ്റ് വാണിംഗ് പോലെ ജലജയോടും അഭിയോടും പറയാൻ കേട്ടോ. അങ്ങനെ പിന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് അല്ല അവളെന്തേ നവ്യ എന്തിനിങ്ങനെ ചോദിക്കാൻ കേട്ടോ. അവള് മുറിയിൽ ആരും ഇതൊന്നും അറിയാതെ ഹെഡ്സെറ്റും വെച്ച് പാട്ടൊക്കെ കേട്ട് നമ്മുടെ നവ്യ മുറിയിൽ ഇരിക്കാൻ കേട്ടോ. താഴത്തോട്ട് പുള്ളിക്കാരി ഇറങ്ങി വന്നില്ല, അതുകൊണ്ട് താഴെ നടക്കുന്ന കാര്യങ്ങളൊന്നും നവ്യ അറിഞ്ഞിട്ടില്ല. അങ്ങനെ അഭിയും ജലജയും കൂടെ മുറിയുടെ അകത്തോട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ നവ്യയോട് പിന്നെ നമ്മുടെ അഭി പറയാണ് എടി നീ ഇങ്ങനെ ഇരുന്നോ, നീ ഒന്നും അറിഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ ആദർശ് വന്ന കാര്യമൊക്കെ നവ്യോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനുണ്ട്. പക്ഷേ ഈ കള്ളത്തരം കാണിച്ച് മാലയൊക്കെ അടിച്ചു മാറ്റി കൈയോടെ പൊക്കിയ കാര്യവും അഭിയെ മുത്തശ്ശൻ തല്ലിയ കാര്യമൊന്നും അഭി പറയുന്നില്ല. ആദർശ് വന്നിട്ടുണ്ട്, അവർ നമ്മൾ ചതിക്കുകയായിരുന്നടി, അവൻ ഈ മുറിയിൽ നയനയുടെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു, നമ്മളെയൊക്കെ കബളിപ്പിക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അഭി നീ ഇത് എന്തൊക്കെ ഈ പറയുന്നത്? ആദർശ് അയാൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നെന്നോ? നീ വട്ട് പറയല്ലേന്ന്. എടി ഞാൻ എന്തിനാ കള്ളത്തരം പറയുന്നത്? അവൻ ആ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അവരുടെ മുറിയിൽ എന്തോ അനക്കമൊക്കെ ഞാൻ കേട്ടിരുന്നത്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം നിന്നോട് ആ മുറിയിൽ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞത്. അപ്പോൾ നീ എന്താ പറഞ്ഞത്? നിന്നെ ഞാൻ വെറുതെ ആ മുറിയിലേക്ക് തള്ളി വിട്ടു, നീ എന്തിനാ പറഞ്ഞു വിട്ടത്, ആ മുറിയിൽ ആരുമില്ല എന്നൊക്കെ. എൻ്റെ സംശയം ശരിയായിരുന്നു, ആ മുറിയിൽ ആരും ഉണ്ടെന്ന് എനിക്ക് എൻ്റെ ഒരു വെറും തോന്നൽ മാത്രമല്ലായിരുന്നു. പക്ഷെ അത് ആദർശാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അതെ അവരെല്ലാവരും കൂടി നമ്മളെ കബളിപ്പിക്കുകയായിരുന്നെടി എന്നിങ്ങനെ അഭി ഇങ്ങനെ നവ്യോട് ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ നവ്യോട് അഭി വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എടി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, പക്ഷെ നീ അത് ആരോടും പറയണ്ട, അമ്മയോട് പോലും പറയണ്ട എന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ നവ്യ പറയണേ എന്താടാ അമ്മയോട് പോലും പറയണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെ ആയിരിക്കുമല്ലോ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ അഭി പറയാണ് എടി നമുക്ക് AN ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഇനി നല്ലതുപോലെ തന്നെ പ്രവർത്തിക്കണം. ഈ നമ്മുടെ അനന്തപുരി തറവാട്ടിലെ നമുക്ക് അടിച്ചൊതുക്കണം. നമുക്ക് ഈ തറവാടിൻ്റെ അന്ത്യം തന്നെ നമുക്ക് കാണണമെന്നിങ്ങനെ പറയണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ AN ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ചെയ്യണമെന്നിങ്ങനെ അഭി നവ്യയോട് പറയാൻ കേട്ടോ. അങ്ങനെ നവ്യ ആണെങ്കിൽ കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് നിന്നതിന് ശേഷം നവ്യ പറയാണ് എന്തായാലും അഭി
എനിക്കിപ്പോൾ എന്തായാലും നിന്നെ ജീവനാ, നിന്നെ വളരെ വിശ്വാസവുമാണ്. എന്തായാലും ഈ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചു നടക്കുന്ന ആദർശേട്ടനെക്കാട്ടി എന്തായാലും മെച്ചം നീ തന്നെയാണ്. നീ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, അതെല്ലാം എനിക്കറിയുകയും ചെയ്യാം. പക്ഷേ ആദർശേട്ടൻ്റെ അത്രയും തെറ്റൊന്നും എന്തായാലും നീ ചെയ്തിട്ടില്ല. ആ ഒരു കാര്യത്തിൽ എനിക്ക് നിന്നെ വിശ്വാസമാടാ. അതുകൊണ്ട് നീ പറയുന്നത് ഞാൻ എന്താണെങ്കിലും ഞാനത് അനുസരിച്ചോളാം എന്നിങ്ങനെ അഭിയോട് നവ്യ പറയാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അതെന്താ നീ അമ്മ അറിയണ്ടെന്ന് പറഞ്ഞ് എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഭി പറയുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അമ്മയോട് ഇതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ നമുക്ക് പിന്നീടാകാം. ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യം നീ കേട്ട് അതങ്ങോട്ട് ചെയ്താൽ മാത്രം മതി എന്നിങ്ങനെ നവ്യയോട് ഇങ്ങനെ അഭി പറയാൻ കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ജലജയുടെ മുറിയിലേക്ക് നവ്യ ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജലജയാണെങ്കിൽ അവിടെ സ്വർണം കൈയോടെ പൊക്കിയതിൻ്റെ ആ ഒരു വിഷമത്തിലും ആ ഒരു ചമ്മലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, എന്താമ്മ എന്ത് പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ജലജയാണെങ്കിൽ ഇല്ല ഒന്നുമില്ല, എനിക്ക് ചെറിയൊരു തലവേദന പോലെ, അതാ ഞാനിങ്ങനെ ഇരിക്കുന്നതിങ്ങനെ പറയണം. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, എന്താ അമ്മായി ഇനി വേറെ വല്ല ജോലി ചെയ്യിപ്പിച്ചോ, അതാണ് നമുക്ക് പെട്ടെന്നൊരു തലവേദന വന്നതെന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇല്ല, ഞാൻ ചെയ്തു തീർക്കാനുള്ള ജോലിയൊക്കെ ഞാൻ എപ്പോഴേ ചെയ്തു തീർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്, എനിക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യണം, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജലജ കിടക്കാണ് കേട്ടോ. അങ്ങനെ നവ്യ ആണെങ്കിൽ താഴത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അവിടെ എല്ലാവരും ആ ഒരു ചർച്ചയുടെ ബാക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജലജയുടെ അഭിയുടെ കാര്യം, ഇവരെന്നെ നന്നാവാനാ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നവ്യ അവരോട് ചോദിക്കുന്നുണ്ട്, എന്താ എല്ലാവരും കൂടി എന്തോ ചർച്ചയിലാണെന്ന് തോന്നുന്നു, എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശനോട് തന്നെ നവ്യയോട് പറയാൻ കേട്ടോ, അപ്പം നീയൊന്നും അറിഞ്ഞില്ലേ, അല്ലേലും നിൻ്റെ കെട്ടിയൻ്റെ കാര്യം നീ ഒന്നും അറിയാറില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്താ മുത്തശ്ശ എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്താ ഇനി ചെയ്യാത്ത എന്തെങ്കിലും തെറ്റ് അഭിയും അമ്മയും കൂടി ചെയ്തെന്നാണോ ഇനി പറയാൻ വരുന്നത്? അല്ല, അമ്മയോടും അഭിയോടും അല്ലേലും ഇവിടെയുള്ളവരെല്ലാവരും അങ്ങനെയാണല്ലോ, അവരെന്തെങ്കിലും ചെറിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊക്കി പിടിച്ച് വലിയൊരു സീനുണ്ടാക്കും. എന്നാൽ ആദർശേട്ടൻ ഇവിടെ എന്ത് വലിയൊരു തെറ്റാ ചെയ്തത്? എന്നാൽ ആ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഭാവം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും അതിൻ്റെ മുന വെച്ച് സംസാരിക്കുകയോ എന്തെങ്കിലും ദേഷ്യത്തിൽ സംസാരിക്കുകയോ ഒന്നും നിങ്ങൾ ഇതുവരെ ആരും ആദർശേട്ടനോട് പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എല്ലാവരും സ്നേഹത്തോടെ തന്നെയാണ് അയാളോട് പെരുമാറുന്നത്. അങ്ങനെ നയനോട് നവ്യ പറയാണ്, അല്ല നയന, നിൻ്റെ ഭർത്താവ് ഇത് എപ്പോൾ വന്നു? അപ്പോൾ നീ അഭിനയിക്കുകയായിരുന്നല്ലേ എൻ്റെ മുന്നിൽ നിന്നിങ്ങനെ നയനയോട് നവ്യ പറയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നിൻ്റെ മുറിയിൽ എന്തോ അനക്കം കേട്ടെന്ന് പറഞ്ഞ് വന്നല്ലോ, അപ്പോഴും നിൻ്റെ മുറിയിൽ ഇയാൾ ഉണ്ടായിരുന്നല്ലേ എന്നിങ്ങനെ നവ്യ പറയാൻ കേട്ടോ. അപ്പോൾ നയന അപ്പോൾ പറയുന്നുണ്ട്, അത് പിന്നെ ചേച്ചി, ആദർശേട്ടൻ എൻ്റെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു, ആദർശേട്ടൻ തന്നെയാണ് പറഞ്ഞത് ഞാൻ വന്ന കാര്യം ആരും അറിയണ്ടെന്ന്. അങ്ങനെ ആദർശ് പറയുന്നുണ്ട്, അതെ ഞാൻ അവളോട് പറഞ്ഞത് ഞാൻ വന്ന കാര്യം ആരും അറിയണ്ടെന്ന്. അങ്ങനെയെങ്കിലും 2 ദിവസമെങ്കിൽ 2 ദിവസം കൂടി ഇവിടെ ഉള്ളവർ ഞങ്ങളുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ അത് പറയാതിരുന്നെന്ന് ഇങ്ങനെ ആദർശ് പറയാൻ കേട്ടോ. എന്തായാലും കൊള്ളാം, നീയും നിൻ്റെ ഭർത്താവും ഒരുപാട് അഭിനയിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് ഇതുപോലെ അഭിനയിക്കാനുള്ള കഴിവൊന്നുമില്ല, ഇത്രയൊക്കെ കഴിവുണ്ടെങ്കിൽ നിനക്കൊക്കെ ഒന്ന് സിനിമയിൽ പോയി അഭിനയിച്ചൂടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളെ ദേഷ്യത്തോടെ മുകളിലോട്ട് കയറി പോവാൻ കേട്ടോ. അങ്ങനെ ആദർശ് പറയുന്നുണ്ട്, നിൻ്റെ ചേച്ചിക്ക് ഞാൻ വന്നത് അത്ര പിടിച്ചിട്ടില്ല, ഞാനിപ്പോഴും ജയിലിൽ തന്നെയാണെന്നുള്ള ആ ഒരു സന്തോഷത്തിൽ ഇരിക്കുകയായിരുന്നു അവൾ. അവിടെ വയറ്റിലിപ്പോൾ ഒരു കുഞ്ഞുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാതിരുന്നെന്നിങ്ങനെ ആദർശ് പറയാൻ കേട്ടോ. അങ്ങനെ നയന പറയുന്നുണ്ട്, ആദർശേട്ടാ, ചേച്ചി അബിയുടെ എല്ലാ കള്ളത്തരങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന തരത്തിലുള്ള സംസാരമൊന്നും അല്ലായിരിക്കും പിന്നീട്. അതുകൊണ്ട് ചേച്ചി അധികം കുറ്റപ്പെടുത്തണ്ട, പാവം എന്ത് ചെയ്യാനാ, ചേച്ചി നാളെ ഇതൊക്കെ അറിയുമ്പോഴുള്ള ആ കാര്യം ഓർത്തിട്ട് എനിക്കിപ്പോഴേ ടെൻഷൻ ആവുന്നതെന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നവ്യ ഇതൊക്കെ അറിയണം, ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നവ്യയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയണമെന്നിങ്ങനെ ആദർശ നയനയോട് പറയാൻ കേട്ടോ. അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട്, അതേ മോളെ, എന്തായാലും നവ്യ മോളെ ഇതിനെപ്പറ്റി എല്ലാം അറിയണം. നവ്യ മോളെ കരുവാക്കിക്കൊണ്ടാണ് ജലജിയും അവിടെ മോനും കൂടെ കളിക്കുന്നത്. അതുകൊണ്ട് ഇനി അധിക നാൾ ഇത് മറച്ചു വെക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഉടനെ തന്നെ നമുക്ക് നവ്യയോട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയണമെന്നിങ്ങനെ മുത്തശ്ശൻ പറയാൻ കേട്ടോ. അങ്ങനെ ആദർശും നയനയും മുത്തശ്ശനും കൂടി അബിയുടെ കള്ളത്തരങ്ങൾ നവ്യയോട് തുറന്ന് പറയാനായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തിരിക്കുന്നത്.